السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدا عبده ورسوله وحبيبه وخليله. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما آتاكم الرسول فخذوه وما نهاكم عنه فانتهوا. صدق الله مولانا العظيم. وقال النبي المصطفى محمد صلى الله عليه وسلم: من أحدث في أمرنا هذا ما ليس منه فهو رد. صدق رسول الله صلى الله عليه وسلم. SYSൻ്റെ 70-ാം വാർഷിക സമ്മേളന പരിപാടികളുടെ സമാപനത്തോടടുക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ പ്രതിനിധി സമ്മേളനത്തിൽ അസ്സുന്ന വൽ ബിദ്അ എന്ന വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യാനുള്ളത്. അഹ്ലുസുന്ന പ്രസ്ഥാനമെന്ന പാരമ്പര്യ മുസ്ലിമീങ്ങൾ അനുഷ്ഠിച്ചും ആചരിച്ചും വരുന്ന മുഴുവൻ കാര്യങ്ങളെയും ബിദ്അത്ത് അഥവാ അനാചാരമാക്കി മുദ്ര കുത്തുകയും സുന്നത്തിൽ നിന്ന് ബഹുദൂരം അകന്നവരാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത് നമ്മെ നരകത്തിലേക്ക് വിടുകയും നരകത്തിൻ്റെ അവകാശികളാണെന്ന് പറഞ്ഞ് ചാപ്പ കുത്തുകയും ചെയ്യുന്ന ദുരന്തകാലത്താണ്, അത്തരം ബിദ്അകൾ പ്രവർത്തിക്കുന്ന കാലത്താണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നതെന്ന ഓർമ്മ പഠിതാക്കളായ ശ്രോതാക്കളായ നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണം. വളരെ വിശാലമായ ഒരു വിഷയമാണ്. ചുരുങ്ങിയ വാക്കുകളിൽ വിഷയത്തിൻ്റെ ചില ഭാഗങ്ങളെ സ്പർശിച്ച് ഞാൻ വിടവാങ്ങാം. അസുന്ന എന്ന് പറയുമ്പോൾ സുന്നത്ത് എന്ന പദത്തിന് 4 അർത്ഥതലങ്ങളുണ്ട്. ഒന്ന്, സുന്നത്ത് എന്ന് പറയും മാ ഖാബലൽ ഖുർആൻ. നമ്മൾ ഖുർആനിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളതിന് സുന്നത്ത് എന്ന് പറയും. ഉദാഹരണം ഖുർആനും സുന്നത്തും എന്ന് പറയും. അതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഖുർആനിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത് എന്ന അർത്ഥത്തിന് സുന്നത്ത് എന്ന് പറയും. അതുപോലെ വാജിബ് ഫർള് എന്നതിൻ്റെ ഓപ്പോസിറ്റിലായി സുന്നത്ത് എന്ന് പറയും. അത് ഉളുവിൽ മുഖം കഴുകൽ, അത് വാജിബാണ്, ഫർളാണ്, അല്ലേ? നിസ്കാരത്തിൽ സൂറത്ത് ഓതൽ, അത് സുന്നത്താണ്. ആ സുന്നത്ത് നമ്മൾ പറയുന്നത് മന്ദൂബ്, അതായത് എടുത്താൽ കൂലി കിട്ടുന്നതും ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതുമായ കാര്യമാണ് എന്ന അർത്ഥത്തിന് സുന്നത്ത് എന്ന് പറയും. 2 പ്രയോഗമായി. മൂന്നാമത്തെ പ്രയോഗം, സുന്നത്ത് എന്നതിന് ഭാഷാപരമായി ഒരർത്ഥമുണ്ട്. അതെന്താണ്? ഭാഷയിൽ സുന്നത്ത് എന്ന് പറഞ്ഞാൽ അത്വരീഖത്തു വസീറത്തു എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. വഴി, മാർഗം, ചര്യ, ഇങ്ങനെ ഒരർത്ഥമുണ്ട്. അത് മൂന്നാമത്തെ അർത്ഥമാണ്. ആ അർത്ഥമനുസരിച്ചാണ് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, വമൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസനത്തൻ. ആരെങ്കിലും ഇസ്ലാമിൽ ഒരു നല്ല ഒരു ചര്യ നടപ്പിലാക്കിയാൽ ഫഉമില ബിഹാ ബഅദഹു, അതനുസരിച്ച് പിന്നീട് ആളുകളൊക്കെ പ്രവർത്തിക്കുകയും ചെയ്താൽ കുതിബലഹു മിസ്ലു അജ്രി മൻ അമില ബിഹാ,
എന്ന് തുടങ്ങുന്ന ഹദീസ് നമുക്കെല്ലാവർക്കും അറിയാം. ഒമൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ സയ്യിഅത്തൻ, ഒരു ചീത്ത ചര്യ ഒരാൾ നടപ്പിലാക്കി, ഫഉമില ബിഹാ ബഅദഹു കുതിബ ലഹു മിസ്ലു വിസ്രി മൻ അമില ബിഹാ എന്ന് തുടങ്ങുന്ന ദീർഘമായ ഹദീസ് ഇമാം മുസ്ലിം സഹീഹ് മുസ്ലിമിൻ്റെ 1017 നമ്പർ ഹദീസായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ സുന്നത്തൊക്കെ ഭാഷാപരമായി പറയുന്ന ചര്യ അല്ലെങ്കിൽ മാർഗം എന്നൊക്കെയുള്ള അർത്ഥത്തിനാണ്. അപ്പോൾ സുന്നത്തിന് 3 അർത്ഥം ഞാൻ പറഞ്ഞു. ഇനി സുന്നത്ത് എന്നതിൻ്റെ 4ാമത്തെ അർത്ഥം, അത് ബിദ്അത്തിന്റെ ഓപ്പോസിറ്റിൽ പറയുന്ന സുന്നത്ത് എന്നാണ്. അത് ഇതുവരെ നമ്മൾ ഈ പറഞ്ഞ 3 സുന്നത്തും അല്ല, അതല്ലാത്ത ഒരു വ്യാപകാർത്ഥത്തിലുള്ള ഒരു സുന്നത്താണ്. അത് ബിദ്അത്തിന്റെ ഓപ്പോസിറ്റിൽ പറയുന്ന സുന്നത്താണ്. അത് വിശാലാർത്ഥത്തിലായിട്ടാണ് അതിനെ പറയപ്പെടുക. അതിൻ്റെ സംക്ഷിപ്തം പറഞ്ഞാൽ, ഇസ്ലാമിക പ്രമാണങ്ങളായ ഖുർആന്, സുന്നത്ത് അതായത് ഹദീസ്, ഇജ്മാഅ്, ഖിയാസ് എന്നീ പ്രമാണങ്ങളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ പിന്തുണയുണ്ടെങ്കിൽ അതിന് പറയുന്നതാണ് ഈ സുന്നത്ത് എന്നത്. ബിദ്അത്തിന്റെ ഓപ്പോസിറ്റിൽ പറയുന്ന സുന്നത്ത്. അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ ആശയം, അത് ഖുർആൻ, സുന്നത്ത്, ഹദീസ്, ഇജ്മാഅ്, ഖിയാസ് എന്ന് തുടങ്ങുന്ന പ്രമാണങ്ങളുടെ ചതുർപ്രമാണങ്ങളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ പിൻബലം ഉള്ളതിനാണ് ഈ പറയുന്ന 4ാമത്തെ അർത്ഥത്തിലുള്ള സുന്നത്ത് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്ന സുന്നത്ത്. അസുന്നത്തു വൽ ബിദ്അ എന്ന് പറയുമ്പോൾ ചർച്ച ചെയ്യുന്ന ഈ സുന്നത്ത് 4ാമത് പറഞ്ഞ സുന്നത്താണ്. അതായത് ബിദ്അത്തിന്റെ ഓപ്പോസിറ്റിൽ പറയുന്ന സുന്നത്ത്. അത് ഇസ്ലാമിക പ്രമാണങ്ങളുടെ പിൻബലങ്ങൾ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് സുന്നത്താണ്, അത് ബിദ്അത്തല്ല. ഇതിനാണ് സുന്നത്ത് എന്ന് പറയുക. ഇനി ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ അതും 2 അർത്ഥത്തിൽ ഉപയോഗിക്കും. 2 എന്ന് പറഞ്ഞാൽ, ഒന്ന് ഭാഷാപരമായി ബിദ്അത്ത്, മറ്റൊന്ന് സാങ്കേതികമായി മതപരമായ ബിദ്അത്ത്, അതിന് അനാചാരം എന്ന് പറയും. ഭാഷാപരമായി ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ അതെന്താണ്? പുതുതായി ഉണ്ടാകുന്ന ഏത് കാര്യങ്ങളുണ്ടോ അതിനെയൊക്കെ തന്നെയും ബിദ്അത്ത് എന്നാണ് പറയുക. ലിസാനുൽ അറബ് എന്ന ഭാഷാഗ്രന്ഥം എടുത്ത് പരിശോധിച്ചാൽ കാണാം, ഹിയ കുല്ലു മുഹ്ദസ, പുതിയതായി ഉണ്ടായ എല്ലാ കാര്യങ്ങൾക്കും അത് ബിദ്അത്ത് എന്ന് അറബിയിൽ പറയും. പുതിയത് എന്നർത്ഥം. എന്നാൽ പുതുതായി ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് തള്ളപ്പെടാൻ പറ്റുമോ? തള്ളാൻ കഴിയില്ല. എന്നാൽ പുതുതായി ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളെയും നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ? സ്വീകരിക്കാനും പറ്റില്ല. അപ്പൊ മുഴുവനും തള്ളപ്പെടേണ്ടതല്ല, മുഴുവനും സ്വീകരിക്കേണ്ടതും അല്ല. ഇത് രണ്ടിൻ്റെയും മാനദണ്ഡം എന്താണ്? സ്വീകരിക്കുന്നതിൻ്റെയും അതായത് കൊള്ളേണ്ടതിൻ്റെയും തള്ളേണ്ടതിൻ്റെയും മാനദണ്ഡം എന്താണ്? ഒരു പുതിയ കാര്യം ഉണ്ടാകുമ്പോൾ അത് റസൂലുള്ളാഹി തങ്ങളുടെ കാലഘട്ടത്തിൽ ഇല്ല, അതുകൊണ്ട് അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞ് മുഴുവനും തള്ളുക എന്നത് ഇസ്ലാമിൻ്റെ രീതിയല്ല. ആ കാര്യത്തെ നമ്മൾ തള്ളേണ്ടതാണെന്നും സ്വീകരിക്കേണ്ടതാണെന്നും വേർതിരിക്കുന്ന വ്യക്തമായ കൃത്യമായ മാനദണ്ഡമുണ്ട്. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു അത് നമ്മെ പഠിപ്പിച്ചു. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ മുഹ്ദസാത്തു മിനൽ ഉമൂരി ലർബാനി, പുതിയ കാര്യങ്ങൾ 2 എണ്ണമാണ്. ഒന്ന് മാ ഉഹദിസ യുഖാലിഫു കിതാബൻ ഔ സുന്നത്തൻ ഔ അസറൻ ഔ ഇജ്മാഅൻ. നമ്മൾ പറഞ്ഞതുപോലെ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായത്, ഇസ്ലാമിലെ ചതുർ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങളാണ്, വിരുദ്ധമായി പുതുതായി ഉണ്ടായ കാര്യങ്ങളാണ്. ഫഹാദിഹിൽ ബിദ്അത്തു ളലാലത്തുൻ, ആ പുതിയ കാര്യങ്ങൾ അത് വഴിപിഴച്ചതാണ്, അത് ഇസ്ലാം ഉൾക്കൊള്ളുന്നതല്ല, അത് തള്ളപ്പെടേണ്ടതാണ്. അങ്ങനെയുള്ള ചില പുതിയതുണ്ട്. ഇമാമുന ശാഫിഈ പറഞ്ഞു, വമാ ഉഹദിസ മിനൽ ഖൈരി, എന്നാൽ ഖൈറായ നല്ല കാര്യങ്ങൾ പുതുതായി ഉണ്ടാവാറുണ്ട്. സമൂഹത്തിൽ അല്ലെങ്കിൽ ഓരോ കാലത്തും പുതിയ പുതിയ നല്ല കാര്യങ്ങൾ, സുഹൃതങ്ങൾ ഉണ്ടാവാറുണ്ട്. ലാ ഖിലാഫ ഫീഹി ലിവാഹിദിൻ മിൻ ഹാദാ, ഇസ്ലാമിക പ്രമാണങ്ങൾ
ഖുർആൻ, സുന്നത്ത്, ഇജ്മാ, ഖിയാസ് ഉൾക്കൊള്ളുന്ന പ്രമാണങ്ങളിൽപ്പെട്ട ഒന്നിനോടും അവ എതിരായിട്ടില്ല. അങ്ങനെയുള്ള നല്ല കാര്യങ്ങളുണ്ട്. ഫഹാദിഹി മുഹ്ദസത്തുൻ ഗൈറു മദ്മൂമ, അത് ആക്ഷേപാർഹമല്ലാത്ത പുതിയ കാര്യമാകുന്നു, അത് പുതിയ നല്ല കാര്യമാകുന്നു എന്ന് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇമാം ബൈഹഖി അവിടുത്തെ മനാഖിബു ഷാഫിഈ എന്ന ഗ്രന്ഥത്തിന്റെ 1-ാമത്തെ വാള്യം 468-ാമത്തെ പേജിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു കാലത്തും പുതിയ ഒരു സംവിധാനം ഇസ്ലാമിൽ വരുമ്പോഴേക്ക് അതിനെ തള്ളപ്പെടേണ്ടതല്ല, അതിനെ കൈയൊഴിക്കേണ്ടതും അല്ല. മറിച്ച് ഇസ്ലാമിക പ്രമാണങ്ങളെ പരിശോധിച്ചുകൊണ്ടാണ്, നോക്കിക്കൊണ്ടാണ്, മാറ്റുരച്ചുകൊണ്ടാണ് അത് കൊള്ളേണ്ടതാണോ തള്ളേണ്ടതാണോ എന്ന് വിലയിരുത്തേണ്ടത്. ഇവിടെ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് നിരക്കുന്നില്ലെങ്കിൽ അതാണ് ഇസ്ലാമിലെ ബിദ്അത്ത്, ശർഈയായ ബിദ്അത്ത്, അതായത് അനാചാരം, തള്ളപ്പെടേണ്ട പുതിയ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇത് ഇബ്നു തൈമിയ്യയുടെ ഇഖ്തിളാഉ സിറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിലും രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. വഅമ്മൽ ബിദ്അത്തു ശർഈയ ഫകുല്ലു മാ ലം യദുല്ല അലൈഹി ദലീലുൻ ശർഈയുൻ, ഇസ്ലാമിക പ്രമാണങ്ങളുടെ പിൻബലമില്ലെങ്കിൽ അത് അനാചാരമാണ്, അത് തള്ളപ്പെടേണ്ടതാണ്. ഒരുപാട് പണ്ഡിതന്മാർ, ഇബ്നു ഹജർ റജബിൽ ഹംബലി, ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി, ഹാഫിദ് സുയൂത്തി, എല്ലാ പണ്ഡിതന്മാരും ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പറഞ്ഞതിൻ്റെ സംക്ഷിപ്തം, അപ്പോൾ പുതിയ ഒരു കാര്യം വരുമ്പോൾ അത് ഇസ്ലാമിക പ്രമാണങ്ങളോട് എങ്ങനെ സമരസപ്പെടുന്നു എന്നാണ് വിലയിരുത്തപ്പെടേണ്ടത്. അതനുസരിച്ചാണ് അതിനെ സ്വീകരിക്കേണ്ടതും തള്ളേണ്ടതും. അപ്പൊ പുതിയതായി ഉണ്ടാകുന്ന കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ നിർബന്ധമായ കാര്യങ്ങൾ ഉണ്ടാകും, മറ്റു ചില കാര്യങ്ങൾ സുന്നത്തായതുണ്ടാകും. ഇത് രണ്ടും റസൂലുള്ളാഹി തങ്ങളുടെ കാലഘട്ടത്തിൽ ഇല്ലാത്തതായിരിക്കും. അതിന് നമ്മുടെ അയിമ്മത്തുകൾ ഒരുപാട് ഉദാഹരണം പറഞ്ഞു. നിർബന്ധമായ ഒരു പുതിയ കാര്യമാണ് ബിദ്അത്ത് പ്രസ്ഥാനം ഉടലെടുക്കുമ്പോൾ അവരെ ഖണ്ഡിക്കുക, അവർക്കെതിരിൽ ജനങ്ങളെ ബോധവാന്മാരാക്കുക, ബിദ്അഈ വാദങ്ങളെ ഖണ്ഡിക്കുക, അതിന് ഗ്രന്ഥങ്ങൾ എഴുതുക, പ്രഭാഷണങ്ങൾ നടത്തുക, സംവാദങ്ങൾ നടത്തുക. ഇതൊക്കെ അനിവാര്യമായ ഘട്ടത്തിൽ നിർബന്ധമായതായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇത് പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തിട്ടില്ല, എന്നാൽ കൂടി അത് നിർബന്ധമാണ്. അതുപോലെ സുന്നത്തായ പുതിയ കാര്യമാണ് മദ്രസ ഉണ്ടാക്കുക, മതവിദ്യാഭ്യാസം നടപ്പിലാക്കുന്നതിനാവശ്യമായ അത്തരം നൂതനമായ സമീപനങ്ങൾ സ്വീകരിക്കുക എന്നത്. ഇങ്ങനെ പുതിയ കാര്യങ്ങളിൽ നിർബന്ധമായതുണ്ട്, സുന്നത്തായതുമുണ്ട്. അതുപോലെ ഹറാമായതുണ്ട്, കറാഹത്തായതും ഉണ്ട്. ഉദാഹരണം, വെള്ളിയാഴ്ച ജുമുഅയുടെ നിർബന്ധ ഘടകമായ അല്ലെങ്കിൽ ഷർത്തായ ആ ഖുതുബ അത് മലയാളത്തിൽ നിർവഹിക്കുക എന്നത് അത് ഹറാമായ കാര്യമാണ്. കാരണം അത് ഇസ്ലാമിക പ്രമാണങ്ങളിലേക്ക് നമ്മൾ ഉരസി നോക്കുമ്പോൾ പ്രമാണങ്ങളുടെ പിൻബലം ഇല്ല, അത് പുതിയ കാര്യവുമാണ്. അതുകൊണ്ട് അത് ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ്, അത് അനാചാരമാണ്, അത് ഇസ്ലാമിൽ ശർഇൽ അത് ബിദ്അത്താണ് എന്നാണ് അതിന് പറയുക. ഞാൻ പറയുന്നത് ഇത് രണ്ടുമല്ലെങ്കിൽ അത് മുബാഹായ അനുവദനീയമായ പുതിയ കാര്യമായിരിക്കും. ഇങ്ങനെ 5 ഹുക്മുകളും പുതുതായി ഉണ്ടായ കാര്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ചുരുക്കി ഞാൻ പറയട്ടെ, 4 പ്രമാണങ്ങളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ പിന്തുണയുണ്ടെങ്കിൽ അത് അനാചാരമാണെന്ന്, അതായത് ശർഈയായ ബിദ്അത്താണ് എന്ന് പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ ചെയ്യുന്ന ഒരുപാട് സുഹൃതങ്ങളുണ്ട്. ബിദ്അത്തുകാർ, മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിയും അത് അനാചാരമാണെന്നും അത് ശരിയല്ലെന്നും അത് നരകത്തിലേക്ക് പോകുന്നതാണെന്നും അവർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന എത്രയോ സുഹൃതങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ആ സുഹൃതങ്ങളൊക്കെ യഥാർത്ഥത്തിൽ പ്രമാണങ്ങളുടെ പിൻബലമുള്ളതാണ്. അതിൻ്റെ ഒരു ഉദാഹരണം നമുക്കറിയാം. നമ്മൾ ചെയ്യുന്നതിൽപ്പെട്ടതാണ് മൗലിദാഘോഷം. മൗലിദാഘോഷത്തിൻ്റെ ഭാഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരുപാട് സുഹൃതങ്ങളുണ്ട്. നമ്മൾ ചെയ്യുന്ന ഈ സുഹൃതങ്ങളെ പോലെയുള്ള അതേ രൂപവും ഭാവവും റസൂലുള്ളാഹി തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഇല്ല.
അങ്ങനെ റസൂലിന്റെ കാലത്ത് ഇതേ രൂപവും ഭാവവും ഇല്ല എന്നതുകൊണ്ട് ഈ കാര്യം അനാചാരമാണെന്ന് വരികയില്ല. അപ്പോ മൗലിദാഘോഷം അത് സുഹൃതമാണ്, കാരണം ഇസ്ലാമിക പ്രമാണങ്ങൾ അതിനെ ശരിവെക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ദിക്ർ ഹൽക്ക, മാല മൗലിദുകൾ, ഖുതുബിയ്യത്ത്, സ്വലാത്ത് മജ്ലിസ്, ഹദ്ദാദ് മജ്ലിസ്, മരിച്ചിടത്ത് ഖുർആൻ ഓതൽ, നമ്മൾ അടിയന്തരം ഭക്ഷണം ദാനം ചെയ്യൽ, ഇങ്ങനെ തുടങ്ങി നമ്മൾ ചെയ്യുന്ന സുഹൃതങ്ങളൊക്കെ തന്നെയും നമ്മൾ ആ ചെയ്യുന്ന ഹസനാത്തുകളെ ബിദ്അത്താണ്, അനാചാരമാണ് എന്ന് ബിദ്അത്തുകാർ പറയുന്നുണ്ടെങ്കിലും അത് ശരിയല്ല. അവകൾക്കൊക്കെ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ അതിന് ശരിവെക്കുന്നുണ്ട്, പ്രമാണങ്ങളുടെ പിൻബലമുണ്ട്. അതേ അവസരത്തിൽ പ്രമാണങ്ങളുടെ പിൻബലമില്ലാത്തവ അവകൾക്കാണ് അനാചാരങ്ങൾ എന്ന് പറയുക. അത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല, അത് തള്ളപ്പെടേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. മൻ അഹദസ ഫീ അംരിനാ ഹാദാ, നമ്മുടെ ഈ ദീൻ കാര്യങ്ങളിൽ ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ, എന്തുണ്ടാക്കിയാൽ, മാ ലൈസ മിൻഹു, ഈ ദീനിൽ പെടാത്ത കാര്യങ്ങളെ ഒരാൾ പുതുതായി ഉണ്ടാക്കിയാൽ. എത്ര വ്യക്തമാണ് ആ കാര്യം. റസൂലുള്ളാഹിയുടെ പ്രസ്താവന നോക്ക് നിങ്ങൾ. മാ ലൈസ മിൻഹു, ദീനിൽ പെടാത്ത കാര്യങ്ങൾ ദീനിൽ ഒരാൾ ഉണ്ടാക്കിയാൽ ഫഹുവ റദ്ദുൻ, ആ ഉണ്ടാക്കിയ കാര്യം തള്ളപ്പെടണം, ഉണ്ടാക്കിയവനെയും തള്ളണം. ഇമാം ബുഖാരി സ്വഹീഹുൽ ബുഖാരിയുടെ 2697 നമ്പർ ഹദീസായി ഇതിനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോ ഇവിടുത്തെ വിഷയം അതാണ്, മാ ലൈസ മിൻഹു, ദീനിൽ പെടാത്ത കാര്യങ്ങൾ. അതിന്റെ അർത്ഥം എന്താ? അത് ഇമാം ഖാദി ഇയാദ് വിശദീകരിച്ചു. ഐ ലം യകുൻ മിനൽ കിതാബി വസുന്നതി സനദുൻ ലാഹിറുൻ ഔ ഖഫിയുൻ മൽഫൂദുൻ ഔ മുസ്തംബത്തുൻ. പരിശുദ്ധ ഖുർആനിലോ തിരുസുന്നത്തുകളിലോ വ്യക്തമായതോ വാചികമായതോ അല്ലെങ്കിൽ ഗോപ്യമായതോ ഗവേഷണപരമായതോ ആയ ഒരു നിലക്കുള്ള അവലംബവും ഇല്ലാത്ത പുതിയ കാര്യമാണെങ്കിൽ ഫഹുവ റദ്ദുൻ, അതിനെ തള്ളപ്പെടണം എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു ആ ഖുതുബ മലയാളത്തിൽ നിർവഹിക്കുക എന്നത്, അതിന് ഇസ്ലാമിക പ്രമാണങ്ങളുടെ പിൻബലമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടില്ല, സ്വഹാബത്ത് ചെയ്തിട്ടില്ല, എല്ലാം നമുക്കറിയാം. പൂർവീകരായി 13.5 നൂറ്റാണ്ട് കാലം മുസ്ലിമീങ്ങൾ ചെയ്തിട്ടില്ലാത്ത കർമ്മമാണ് ജുമുഅയുടെ ഖുതുബ മലയാളത്തിൽ നിർവഹിക്കുക എന്നത്. ഇത് ഒരു നിലക്കും പ്രമാണങ്ങളുടെ പിൻബലമില്ല എങ്കിൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്. അതുപോലെ അള്ളാഹുവിനെ കുറിച്ചുള്ള തെറ്റായ വിശ്വാസം വെച്ചു പുലർത്തുക. അള്ളാഹുവിന് കൈയുണ്ട്, കാലുണ്ട്, അവയവങ്ങളുണ്ട്, സൃഷ്ടികൾക്ക് സമാനമായി നമ്മൾ പറയുന്ന എന്തെല്ലാം ഉണ്ടോ അതൊക്കെ അള്ളാഹുവിനെ കുറിച്ച് പ്രയോഗിക്കുക, വിശേഷിപ്പിക്കുക എന്നത് കടുത്ത തെറ്റാണ്, വലിയ ബിദ്അത്താണ്. മഖബറയിലേക്ക് സിയാറത്തിന് ദുആർക്കാൻ വേണ്ടി പോകുമ്പോൾ, അവിടെ ചെന്ന് ബറക്കത്തെടുക്കാൻ വേണ്ടി പോകുമ്പോൾ അത് ശിർക്കാണെന്ന വാദം, അത് കടുത്ത ബിദ്അത്താണ്. ഇസ്ലാമിന്റെ പ്രമാണങ്ങളുടെ പിൻബലമില്ല, അത് തെറ്റാണെന്ന് പറയാൻ പിൻബലമില്ല. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച് ഇസ്തിഗാസ ചെയ്യുക എന്ന കർമ്മം അത് സുഹൃതമാണെന്ന് എല്ലാ ഇമാമുകളും പറഞ്ഞതും ചെയ്തതുമാണ്. അത് ശിർക്കാണ് എന്ന് പറയുന്ന വാദം, അതിന് പ്രമാണങ്ങളുടെ പിൻബലമില്ല. ഞാൻ പറയുന്നത് അതൊക്കെയാണ് ഈ പറഞ്ഞ മാ ലൈസ മിൻഹു, ഇസ്ലാമിൽ ഇല്ലാത്ത പുതിയ ഒരു വാദം കൊണ്ടുവരിക എന്നത് അത്തരം ഉദാഹരണങ്ങളാണ്. സഹോദരങ്ങളെ, അങ്ങനെ ഒരാൾ ചെയ്താൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാകുന്നു. അതേ അവസരത്തിൽ കേരളത്തിലെ ബിദ്അകൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്താകുന്ന നമ്മൾ ചെയ്യുന്ന ഏത് ആചാരങ്ങളും ആശയങ്ങളുണ്ടോ അതൊക്കെ നമ്മുടെ അയിമ്മത്തുകൾ, നമ്മുടെ ഫുഖഹാക്കൾ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതാണ്. അതൊന്നും ഇസ്ലാമികമായി സ്വീകരിക്കാൻ പറ്റില്ലെന്നും അവലംബിക്കാൻ പറ്റില്ലെന്നും അത് അനാചാരമാണെന്നും പറഞ്ഞുകൊണ്ട് മുജാഹിദ് മൗലവിമാർ എത്രയോ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അത് അവർ ചിന്തിക്കാത്തത് കൊണ്ടാണ്. കാരണം ഇമാമിയങ്ങൾ പറഞ്ഞ ഏത് മസ്അലകളുണ്ടോ, വിഷയങ്ങളുണ്ടോ അതൊക്കെ പ്രമാണബദ്ധമാണ്. ഇമാം ഷഅറാനി തൻ്റെ കിതാബിൻ്റെ അൽ മീസാനുൽ കുബ്ര എന്ന ഗ്രന്ഥത്തിൻ്റെ 1-ാമത്തെ വാള്യം 35-ാമത്തെ പേജിൽ രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാം. മാ സമ്മ ഖൗലുൻ മിൻ അഖ്വാലിൽ ഉലമായി,
പണ്ഡിതന്മാർ പറഞ്ഞ ഏതൊരു അഭിപ്രായമുണ്ടോ അത് ഇല്ലാ വഹുവ മുസ്തനിദുൻ ഇലാ അസ്ലിൻ മിൻ ഉസൂലി ശരീഅ, ശരീഅത്തിന്റെ ഏതെങ്കിലും ഒരു അടിസ്ഥാനത്തിലേക്ക് അവലംബിച്ചുകൊണ്ടല്ലാതെ പണ്ഡിതന്മാർ ഇമാമുകൾ പറഞ്ഞ ഒരു ഖൗലും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. ലിഅന്ന ദാലികൽ ഖൗല, ആ പറയുന്ന ഇമാമുമാർ പറയുന്ന ആ വാക്ക് ഇമ്മാ അയകൂന റാജിയാൻ ഇലാ ആയത്തിൻ, ഒന്നുകിൽ അത് ആയത്തിലേക്ക് അവലംബിച്ചതാവാം, ഔ ഹദീസിൻ അല്ലെങ്കിൽ ഹദീസ്, ഔ അസറിൻ അല്ലെങ്കിൽ അസർ, ഔ ഖിയാസിൻ സഹീഹിൻ അലാ അസ്ലിൻ സഹീഹിൻ, ശരിയായ ഖിയാസിലേക്ക്, ഇങ്ങനെ ഏതെങ്കിലും ഒരു പ്രമാണത്തിലേക്ക് അവലംബിച്ചുകൊണ്ടല്ലാതെ മടങ്ങിയിട്ടുള്ളതല്ലാത്ത ഒരൊറ്റ ഖൗലും ഇമാമുകളേത് കണ്ടെത്താൻ കഴിയില്ല എന്നാണ് മഹാരഥന്മാരായ പണ്ഡിത വരേണ്യന്മാര് അതിനെക്കുറിച്ച് പഠിച്ച് അവർ വ്യക്തമായി വ്യക്തമായി കൃത്യമായി അന്വേഷണം നടത്തി അവർ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. ഇമാം ഷഹറാനി ആ ഗണത്തിൽപ്പെട്ട പ്രമുഖ പണ്ഡിതനാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ നമ്മുടെ ഇമാമുമാർ നമ്മുടെ കിതാബുകളിൽ പറഞ്ഞ വിഷയങ്ങൾ ഏതേതുണ്ടോ അതൊന്നും ബിദ്അത്തല്ല, അത് ബിദ്അത്താണ് എന്ന് പറയുന്ന വാദവും ശരിയല്ല. നമ്മുടെ രാജ്യത്തെ ബിദ്അത്തുകാർ പറയുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തത് മാത്രമേ സ്വീകരിക്കാവൂ, അതല്ലാത്തതൊക്കെ ബിദ്അത്താണ് എന്ന വളരെ പിന്തിരിപ്പൻ വാദമാണ് കേരളത്തിൽ നമ്മുടെ രാജ്യത്തെ ബിദ്അത്തുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വാദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തത് മാത്രമേ സ്വീകരിക്കൂ എന്ന ഈ വാദം യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായത്തെ പിറകോട്ട് വലിക്കുന്ന ഒരു വാദമാണ്. പുതിയ വിഷയങ്ങളോടും പുതിയ സംരംഭങ്ങളോടും പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു വാദമാണ് ബിദ്അത്തുകാരുടെ ഈ വാദം. നിങ്ങൾക്കറിയോ, അതുകൊണ്ട് അവർ യഥാർത്ഥത്തിൽ അവരെക്കുറിച്ച് ഉൽപ്പതിഷ്ണുക്കൾ എന്ന് പറയാൻ പറ്റില്ല. പഴയ കാലത്തൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നു, ഉൽപ്പതിഷ്ണുക്കൾ, അതിൻ്റെ അർത്ഥം പുരോഗമനവാദികൾ എന്നൊക്കെയാണ്. അത് യഥാർത്ഥത്തിൽ ഇന്നത്തെ ബിദ്അത്തുകാരെ കുറിച്ച് പറയാൻ പറ്റില്ല. അവർ ഉൽപ്പതിഷ്ണുക്കളല്ല, യഥാർത്ഥത്തിൽ അധോധിഷ്ണുക്കളാണ്. അവർ പുരോഗമനത്തിലേക്ക് പോകുന്നവരല്ല, താഴോട്ട് അധോധിഷ്ണുക്കൾ എന്നാണ് മലയാളത്തിൽ അവരെ കുറിച്ച് പറയേണ്ടത്. എന്താണ് കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തത് മാത്രമേ ചെയ്യാവൂ, സ്വീകരിക്കാവൂ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത്, ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം. റസൂലുള്ളാഹി തങ്ങളുടെ കാലത്ത് നിസ്കരിക്കാൻ വേണ്ടിയുള്ള സൗകര്യത്തിൽ 2, 3, 4 തട്ടുകളുള്ള പള്ളികൾ റസൂലുള്ളാഹി തങ്ങളുടെ കാലത്തുണ്ടോ? ഒരിക്കലുമില്ല. മതപഠനത്തിന് വേണ്ടി മദ്രസകൾ, കോളേജുകൾ എന്ന സംവിധാനം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്തുണ്ടോ? ഒരിക്കലും ഇല്ലല്ലോ. വിജ്ഞാന പ്രചരണത്തിന് മാസികകളും വാരികകളും പത്രങ്ങളും ഒക്കെ ഉള്ള സംവിധാനം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തില്ല. നമ്മുടെ ഇന്നത്തെ കാലത്ത് വ്യാപകമായി നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഓൺലൈൻ ദഅവ, ആ സംവിധാനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തില്ല. മദ്രസ പാഠപുസ്തകങ്ങൾ, അല്ലേ, സിലബസുകൾ, ഇതിലൊക്കെ ഉള്ള ഗ്രന്ഥങ്ങൾ, ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തുണ്ടോ? ഒരിക്കലും ഇല്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഇല്ലാത്ത 100 കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയും ബിദ്അത്തുകാർ തന്നെ ചെയ്യുന്നത്. എന്നിട്ട് അവർ പറയും റസൂലുള്ളാഹിയുടെ ചെയ്യാത്തൊന്നും ചെയ്യാൻ പാടില്ല. അവർ ചെയ്യുന്നതും പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുന്നതുമാണെങ്കിലോ റസൂൽ ചെയ്യാത്ത കാര്യങ്ങളാണ് താനും. ഇസ്ലാമിക പ്രമാണങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യാത്തത് സ്വഹാബത്ത് ചെയ്തിട്ടുണ്ട്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ നമുക്കറിയില്ലേ, പരിശുദ്ധ ഖുർആൻ ക്രോഡീകരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് നമ്മൾ ഇന്ന് കാണുന്നത് പോലെ 2 ചട്ടയുടെ ഉള്ളിലായി പരിശുദ്ധ ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല. നമുക്കെല്ലാവർക്കും അറിയാം. അത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് അത് ക്രോഡീകരിച്ചിട്ടുള്ളത്. ഇമാം ബുഖാരി തന്റെ സഹീഹുൽ ബുഖാരിയിലെ 4686 നമ്പർ ഹദീസായി രേഖപ്പെടുത്തി വെച്ചത് കാണാം. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സിദ്ദീഖുൽ അക്ബറിന്റെ അരികിൽ ചെന്ന് ചോദിക്കുകയാണ്, നമുക്കിതാ ഹാഫിളീങ്ങളൊക്കെ യമാമ യുദ്ധകാലത്ത് മരണപ്പെടുകയാണ്, ഖുർആൻ മനപ്പാടമുള്ളവരൊക്കെ മരിച്ചു പോകുന്നു, നമുക്കിനി ഖുർആൻ നഷ്ടപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഉമറുൽ ഫാറൂഖ് സിദ്ദീഖുൽ അക്ബറിനോട് ഇത് പറയുമ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഖുൽതു ലി ഉമറ, ഞാൻ ഉമറിനോട് ചോദിച്ചു, കൈഫ തഫ്അലു ഷൈഅൻ
ലം യഫ്അൽഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂൽ ചെയ്യാത്ത ഒരു കാര്യം എങ്ങനെയാണ് ഉമറെ നിങ്ങൾ ചെയ്യുക എന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഉമറുൽ ഫാറൂഖിനോട് ചോദിക്കുകയാണ്. റസൂലുള്ളാഹി ചെയ്തിട്ടില്ല, പിന്നെ നമ്മളത് എങ്ങനെ ചെയ്യും? അപ്പോൾ ഉമറുൽ ഫാറൂഖിന്റെ മറുപടി ഖാല ഉമറുൽ ഫാറൂഖ് പറഞ്ഞു, ഹാദാ വല്ലാഹി ഖൈർ. റസൂലുള്ളാഹി ഇത് ചെയ്തിട്ടില്ലെങ്കിലും ഇത് ഖൈറായ കാര്യമാണ്. അള്ളാഹുവിനെ തന്നെയാണ് സത്യം. വല്ലാഹി ഹാദാ വല്ലാഹി ഖൈർ, ഇത് ഖൈറായ നല്ല ഏറ്റവും നല്ല ഒരു കാര്യമാണ്. അതുകൊണ്ട് നമുക്കിത് ചെയ്യാമെന്നല്ല ചെയ്യണമെന്നാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫഫ്അലുൽ ഖൈറ ലഅല്ലകും തുഫ്ലിഹൂൻ. ഖൈറായ കാര്യം നിങ്ങൾ ചെയ്യണം, എന്നാൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. അപ്പൊ നോക്കൂ, റസൂലുള്ളാഹി തങ്ങൾ ചെയ്യാത്ത കാര്യം സിദ്ദീഖുൽ അക്ബറിന്റെ കാലത്ത് ചെയ്യുന്നു. ഖുർആൻ 2 ചട്ടയുടെ ഉള്ളിൽ 30 ജുസും ക്രോഡീകരിക്കുന്നു. ഇനി സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ചെയ്യാത്ത കാര്യം ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചെയ്യുന്നു. ഒരേ ഒരു ഇമാമിന്റെ കീഴിൽ പതിവായി ഒരു മാസക്കാലം മുഴുവനും റമളാൻ മാസം 20 റക്അത്ത് തറാവീഹ് ഒരൊറ്റ ഇമാമിന്റെ കീഴിൽ സംഘടിതമായി പതിവായ സ്വഭാവത്തിൽ നടപ്പിലാക്കുന്നു എന്നത് സിദ്ദീഖുൽ അക്ബറിന്റെ കാലത്ത് ഇല്ലാത്ത ഒരു സുകൃതമാണ്. സിദ്ദീഖുൽ അക്ബറിന്റെ കാലത്ത് പലരും വരുന്നു, ഓരോരുത്തരും ഓരോ ജമാഅത്ത് നിർവഹിക്കുകയാണ്. അപ്പോ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സിദ്ദീഖുൽ അക്ബറിന്റെ കാലത്ത് ഇല്ലാത്തത് ചെയ്യുന്നു. ഉമറുൽ ഫാറൂഖിന്റെ കാലത്ത് ഇല്ലാത്തത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചെയ്യുന്നു. അതെന്താ? ഇസ്ലാമിൽ 2 ബാങ്ക് ജുമുഅക്ക് നടപ്പിലാക്കുന്നു. എന്താ കാരണം? ഉമറുൽ ഫാറൂഖിന്റെയും സിദ്ദീഖുൽ അക്ബറിന്റെയും കാലഘട്ടത്തിൽ ഇല്ലാത്ത പ്രത്യേക സാഹചര്യം വന്നു. മുസ്ലിമീങ്ങൾ മദീനയുടെ പ്രാന്ത പ്രദേശങ്ങളിൽ വരെ തിങ്ങി താമസിക്കാൻ തുടങ്ങി. ജുമഅയിലേക്ക് എത്താൻ അല്പം വൈകിയപ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു രണ്ടാമതൊരു ബാങ്ക് കൂടി നടപ്പിലാക്കുന്നു. ജുമഅക്ക് 2 ബാങ്ക് നടപ്പിലാക്കി. സഹോദരങ്ങളെ, ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ മുമ്പില്ലാത്ത ഒരുപാട് ഖൈറായ കാര്യങ്ങൾ സിദ്ദീഖുൽ അക്ബർ അല്ലെങ്കിൽ മറ്റു സ്വഹാബികൾ, ഖലീഫമാർ അവർ നടപ്പിലാക്കിയത് ഇസ്ലാമിക ചരിത്രത്തിൽ കാണാൻ കഴിയും. അതൊക്കെ അനാചാരമാണോ? അത് ബിദ്അത്താണോ? അല്ലേ അല്ല. എന്താ കാരണം? അതിനൊക്കെ ഇസ്ലാമിന്റെ പ്രമാണങ്ങളുടെ പിൻബലമുണ്ട്. സ്വഹീഹുൽ ബുഖാരി റസൂലുള്ളാഹി തങ്ങളുടെ കാലത്ത് ക്രോഡീകരിച്ചിട്ടില്ല, സ്വഹാബത്തിന്റെ കാലത്തും ക്രോഡീകരിച്ചിട്ടില്ല. സ്വഹീഹ് മുസ്ലിം ആവട്ടെ, മറ്റ് ഹദീസ് ഗ്രന്ഥങ്ങളാവട്ടെ, അതൊന്നും അവരുടെ കാലത്ത് ക്രോഡീകരിച്ചിട്ടില്ലേ ഇല്ല. എന്നാൽ അത് അനാചാരമാണ്, ബിദ്അത്താണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. മറ്റു മതകീയ ഗ്രന്ഥങ്ങൾ, കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ, മറ്റു മതഗ്രന്ഥങ്ങൾ ഇല്ലേ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ നമ്മൾ ഇന്ന് ഈ കാണുന്ന വിധത്തിൽ ക്രോഡീകരിച്ചിട്ടില്ല. അപ്പൊ അവർ ചെയ്യാത്ത കാര്യം പിൽക്കാലത്തുള്ളവർ ചെയ്തു. അത് ഇസ്ലാമിൽ തെറ്റല്ല, ബിദ്അത്തല്ല, അനാചാരമല്ല. എന്താ കാരണം? അതിന് ഇസ്ലാമിക പ്രമാണങ്ങളുടെ പിൻബലമുണ്ട്. ഇത് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കണം. ഇത് പറയുമ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം, എന്നാ പിന്നെ നമുക്ക് നിസ്കാരവും അങ്ങനെയൊക്കെ ആക്കിക്കൂടെ? ഏതായാലും ഉറങ്ങുകയായിരുന്നു, ഉറക്കത്തിൽ നന്നായി ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വിളിച്ചുണർത്തി, സുബഹിക്ക് ഉണർന്നു, ഉറക്കൊക്കെ പോയി, എന്നാ സുബഹി ഏതായാലും 2 റക്അത്തുള്ളത് നമ്മളെ വക ഒരു 2 റക്അത്തും കൂടി കൂട്ടി അത് 4 റക്അത്ത് നിസ്കരിച്ചൂടെ എന്നൊക്കെ വലിയ ആനത്തലയായി ചോദിക്കാറുണ്ട് പലരും. സഹോദരങ്ങളെ, അത് നമുക്ക് പറ്റില്ല. അതെന്താ കാരണം? അങ്ങനെ കൂട്ടാനും കുറക്കാനും പറ്റാതിരിക്കാനുള്ള കാരണം ഇസ്ലാമിലെ സുകൃതങ്ങൾ, പുണ്യകർമ്മങ്ങൾ 2 രൂപത്തിലാണ്. ഒന്ന്, അള്ളാഹുവിൻ്റെ റസൂൽ ശാരിഅ്, അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും കൃത്യവും വ്യക്തവുമായി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അതിൽ മാറ്റാൻ പറ്റില്ല, കുറക്കാൻ പറ്റില്ല, ഒന്നും പറ്റില്ല. ഉദാഹരണം 5 വക്ത് നിസ്കാരം തന്നെ. ആ 5 വക്ത് നിസ്കാരം ഓരോന്നിനും കൃത്യമായി ഇത്ര റക്അത്ത്, ഇന്ന രൂപം, ഇന്ന ശൈലി എന്ന് അള്ളാഹുവും റസൂലും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ഒന്നും ഭേദഗതി ചെയ്യാൻ പറ്റില്ല. ആ കൃത്യതയോടെ തന്നെ അത് നിർവഹിക്കണം. ഉദാഹരണങ്ങൾ നീട്ടാൻ എനിക്ക് സമയമില്ല. ഇനി രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്. അത് അള്ളാഹുവും റസൂലും ഇതുപോലെ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ ചെയ്യാവൂ എന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് അതൊരു സുഹൃതമാണ്, അത് നിങ്ങൾ അങ്ങ് ചെയ്തോളൂ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഒരു ഉദാഹരണം, സല്ലു അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു
ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ സ്വലാത്ത് ചൊല്ലുവീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നിങ്ങൾ സ്വലാത്തും സലാമും ചൊല്ലുവീൻ എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. എത്ര സ്വലാത്ത്, ഏത് വിധത്തിലുള്ള സ്വലാത്ത്, എത്ര എണ്ണം, എപ്പോൾ, എങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് എന്താവാം? അതെ, ഇസ്ലാം അനുവദിക്കുന്ന വിധത്തിൽ തെറ്റായ ഹറാമായ സ്ഥലത്തും സംവിധാനവും അല്ലാത്ത രൂപത്തിൽ നമുക്ക് 101 സ്വലാത്ത് ചെല്ല. അത് വെള്ളിയാഴ്ച രാവിൽ ചെല്ല, അല്ല തിങ്കളാഴ്ച രാവിൽ ചെല്ല, അല്ലെങ്കിൽ ഞായറാഴ്ച രാവിൽ ചൊല്ല. ഏത് ദിവസവും എപ്പോഴും എങ്ങനെയും ചൊല്ലാം. ഇസ്ലാം വിലക്കിയ സ്ഥലത്തും മറ്റും പാടില്ല എന്നേ ഉള്ളൂ. ഇത് ഇസ്ലാം നമുക്ക് കൃത്യമായ രൂപവും ഭാവവും പഠിപ്പിച്ചു തന്നിട്ടില്ലാത്ത രീതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിച്ചവരോട് പറഞ്ഞു, ഔലിം, നിങ്ങൾ വലീമത്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. ഒരു സഹാബിയോട് പറഞ്ഞു, വലോ ബി ഷാത്തിൻ, അതൊരാട് കൊണ്ടാണെങ്കിലും ശരി നിങ്ങൾ വലീമത്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ നിക്കാഹാനന്തരമുള്ള സദ്യ അത് നൽകണമെന്ന് പറഞ്ഞു. ഇന്ന രൂപത്തിൽ, ഇന്ന ഭക്ഷണം, ഇന്ന ശൈലി ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ പലരും പല വിധത്തിലുമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നൽകുന്നു. ചിലർ മന്തി കൊടുക്കുന്നു, ചിലർ നെയ്ച്ചോറ്, ബിരിയാണി, പല ജാതി പേരുകളിലുള്ള ഭക്ഷണങ്ങളും വിഭവങ്ങളും നൽകുന്നു. ഇസ്ലാം അത് ഇന്നതേ കൊടുക്കാവൂ, ഇന്നതേ ചെയ്യാവൂ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ എന്നതുപോലെയാണ് നമ്മളുടെ ഇപ്പൊ മൗലിദാഘോഷം, ഉദാഹരണം പറയാ, അത് ഇന്ന രൂപത്തിൽ എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടില്ല. എന്താ കാരണം? ഖുർആൻ പറഞ്ഞ് ഫല്യഫ്റഹു എന്നാണ്. അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് നിങ്ങൾ സന്തോഷം പ്രകടിപ്പിച്ചോളൂ. ആ സന്തോഷ പ്രകടനം എന്തൊക്കെ ആവാം? സന്തോഷ പ്രകടനമാവാൻ പറ്റുന്ന എന്തുമാവാം. അപ്പൊ ചിലർ മദ്ഹുകൾ ചൊല്ലും, ചിലർ ഭക്ഷണം കൊടുക്കും, ചിലർ റാലി നടത്തും, ചിലർ മൗലിദോതും, പല വിധത്തിലുമാണ്. അതുകൊണ്ട് ഈ പുണ്യകർമ്മങ്ങൾ അത് അള്ളാഹുവും റസൂലും നിശ്ചിതമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലാത്ത കാര്യങ്ങളാകുമ്പോൾ അതിന് നമ്മുടെ അയിമ്മത്തുകൾ പഠിപ്പിച്ച രീതിശാസ്ത്രങ്ങളുണ്ട്. ആ രീതിയിൽ അവർ പറഞ്ഞതു പ്രകാരം നമുക്കത് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് പുതുതായി ഇസ്ലാമിൽ ഒരു കാര്യം ഉണ്ടാകുമ്പോഴേക്ക് അതൊക്കെ തള്ളപ്പെടേണ്ടതാണ് എന്ന ഒരു വാദം ഇസ്ലാമിൽ ഇല്ല. അതേ അവസരത്തിൽ ഇസ്ലാമിക പ്രമാണങ്ങൾ, ചതുർ പ്രമാണങ്ങളെ നമ്മൾ ഉരസി നോക്കുമ്പോൾ ആ പ്രമാണങ്ങളിൽ അധിഷ്ഠിതമാണോ അത് സ്വീകരിക്കാൻ പറ്റും, അല്ലേ അത് തള്ളപ്പെടേണ്ടതാണ്. ഇസ്ലാമിൽ അതാണ് അയിമ്മത്തുകൾ പറഞ്ഞു. ബഹുമാനപ്പെട്ട അൽ ഹദീഖത്തുൻ നദിയ ശറഹു ത്വരീഖത്തിൽ മുഹമ്മദിയ എന്ന ഗ്രന്ഥത്തിൽ കാണാം, ബിദ്അത്ത് വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, ഹിയ മാ സീദ അലാ മാ ശുരിഅ ഔ നുഖിസ അൻഹു മിൻ ഹൈതു ത്വാഅ. ശറഇന്റെ നിയമങ്ങളിൽ വർദ്ധിപ്പിക്കപ്പെട്ടതും ബിദ്അത്താണ്, ചുരുക്കിയതും ബിദ്അത്തിൽപ്പെട്ടതാകുന്നു. നമ്മുടെ രാജ്യത്തെ ബിദ്അത്തുകാർ ഇത് രണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരീഅത്തുൽ ഇസ്ലാം പഠിപ്പിച്ച നിയമങ്ങൾക്ക് വിരുദ്ധമായി അവരുടെ വക കുറെ കൂട്ടുന്നു, കുറെ ചുരുക്കുന്നു. വിശദീകരിക്കാൻ സമയമില്ല. ബിദ്അത്തുകാർ ഇന്നത്തെ നമ്മുടെ മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ, അവര് കേരളത്തിലേക്ക് വരുമ്പോൾ 8-10 കാര്യങ്ങളിലാണ് അവരും നമ്മളും തമ്മിൽ ഉണ്ടായിരുന്ന തർക്കം. എന്നാൽ ഇപ്പോൾ അവരും നമ്മളും തമ്മിൽ 100-300ഓളം കാര്യങ്ങളിൽ അവരും നമ്മളും തമ്മിൽ തർക്കത്തിലാണ്. എന്താ? ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട ഒരുപാട് പുണ്യങ്ങളെ അവർ ഛേദിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽപ്പെട്ട ചിലത് ഞാൻ പറയാം. തസ്ബീഹ് നിസ്കാരം എന്ന സുന്നത്ത് നിസ്കാരം അത് ഇല്ല. സ്വലാത്തുൽ ഹാജത്ത് എന്ന ആവശ്യ പൂർത്തീകരണത്തിനുള്ള നിസ്കാരമില്ല. യാത്രക്ക് മുമ്പുള്ള നിസ്കാരമില്ല. തറാവീഹ് നിസ്കാരം 20 റക്അത്ത് ഇല്ല. മറഞ്ഞ മയ്യത്തിന് വേണ്ടിയുള്ള നിസ്കാരമില്ല. സ്വലാത്തുൽ അവ്വാബീൻ എന്ന നിസ്കാരമില്ല. അങ്ങനെ ഒന്നും ഇല്ല ഇല്ല ഇല്ല. ഇനി ദിക്ർ ഹൽക്ക പാടില്ല, സ്വലാത്ത് മജ്ലിസ് പാടില്ല, റാത്തീബ് മജ്ലിസ് പാടില്ല, ഖുതുബിയത്ത് പാടില്ല, മൗലിദ് പാടില്ല, മാല പാടില്ല, ബുറുദ പാടില്ല, സ്വലാത്തുന്നാരിയ പാടില്ല, സ്വലാത്തു താജ് പാടില്ല, ആദമു സ്വലാത്ത് പാടില്ല, കമാലിയ സ്വലാത്ത് പാടില്ല. അങ്ങനെ ഇബ്രാഹിമിയ സ്വലാത്ത് അല്ലാത്ത ഒന്നും പാടില്ല 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 പാടില്ല. മയ്യത്തിനരികിൽ ഖുർആൻ ഓതാൻ പാടില്ല. മയ്യത്തിനരികിൽ ഫാത്തിഹ ഓതി ദുആ ചെയ്യാൻ പാടില്ല. മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്ർ പാടില്ല. ഖബറിങ്കൽ തൽഖീൻ പാടില്ല. അതുപോലെ ഖബറിന്റെ അരികത്ത് വെച്ച് ഖുർആൻ ഓതാൻ പാടില്ല. മരിച്ചവർക്ക് വേണ്ടി ഭക്ഷണം ദാനം ചെയ്യുന്ന അടിയന്തരം എന്നൊക്കെ പറയുന്ന ആ സുഹൃതം പാടില്ല. മയ്യത്തിന് തെഹ്ലീൽ ഓതാൻ പാടില്ല, ചെല്ലാൻ പാടില്ല, ഹത്തപ്പുര പാടില്ല, ആണ്ട് പാടില്ല, ഒന്നും പാടില്ല പാടില്ല എന്ന് പറഞ്ഞ് ഇസ്ലാമിലെ സുഹൃതങ്ങളെ വെട്ടിമുറിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദുരന്തമാണ് ബിദ്അത്തുകാരിൽ നമ്മൾ
നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ബിദ്അത്തിൽ നമ്മൾ ഒരിക്കലും പെട്ടുപോകരുത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചതു കാണാം. അവിടുന്ന് പറഞ്ഞു, മൻ അഹദസ ഹദസൻ, ആരെങ്കിലും ഒരു പുതിയ ആചാരം നടപ്പിലാക്കിയാൽ, ഔ ആവാ മുഹദിസൻ, അല്ലെങ്കിൽ ഒരു പുത്തൻവാദിക്ക് അഭയം നൽകിയാൽ, ഒരു പുത്തൻവാദം ഉണ്ടാക്കി, ഒരു ബിദ്അത്ത് ഉണ്ടാക്കി, അല്ലെങ്കിൽ പുത്തൻവാദിയായ വ്യക്തികൾക്ക് അഭയം നൽകിയാൽ, ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവന്റെ മേലിൽ അല്ലാഹുവിന്റെ ശാപമുണ്ട്. വലഅനത്തുൽ ലാഇനീൻ, ശപിക്കുന്നവരുടെ ശാപം മുഴുവനുമുണ്ട്. വൽ മലായികതി വന്നാസി അജ്മഈൻ, മലക്കുകളുടെ ശാപമുണ്ട്. വന്നാസി അജ്മഈൻ, അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ ഉൾക്കൊള്ളുന്ന മുഴുവൻ മഹാത്മാക്കളുടെയും ശാപം അവർക്കുണ്ടെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചതാണ്. അതിനാൽ യഥാർത്ഥ സുന്നത്ത് നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരികയും ബിദ്അത്തിനെ എല്ലാ അർത്ഥത്തിലും കൈയൊഴിയുകയും ചെയ്യണമേ. ഇതാണ് സുന്നികളായ SYSകാരായ അഹ്ലു സുന്ന പ്രസ്ഥാനത്തിന്റെ വാഹകരായ നമ്മുടെ ബാധ്യത എന്ന തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണമെന്ന് മാത്രം എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.